നമസ്തേ. വയനാട്ടിലെ കണ്ണാടി മലയിടിഞ്ഞ് ഉണ്ടായ ദുരന്തം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു വാർത്താ സമ്മേളനം ശ്രദ്ധിക്കുകയുണ്ടായി. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമാണ് തോന്നിയത്. കാരണം ശ്രദ്ധ കുറവ് കൊണ്ട് ശരിയായ രീതിയിൽ ശ്രദ്ധിക്കാതെ ഒരു മാനേജ്മെൻറ്റ് ചെയ്യാതെ സംഭവിച്ച ഈ പൊട്ടത്തരം മറച്ചു വയ്ക്കാനായിട്ട് വീണ്ടും റെയിൽ തടഞ്ഞ കാരണങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് തടി തപ്പുകയാണ്. ഇത് വളരെ വിഷമമുണ്ടാക്കുന്ന സാഹചര്യമാണ്. ഇന്നലെ വൈകുന്നേരം ഈവനിങ്ങിൽ വേറൊരു മന്ത്രി പറയുണ്ടായി കൊങ്കൺ റെയിൽവേയുടെ കുഴപ്പമാണെന്ന്. ഇങ്ങനെ ഈ സംഭവിച്ച തെറ്റ് ഞങ്ങളുടേതല്ല, ഞങ്ങൾ കാരണമല്ല എന്ന് വരുത്തി തീർക്കാൻ ഒരുപാട് അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വീണ്ടും വീണ്ടും പറ്റിക്കാൻ ശ്രമിക്കുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇത്തരത്തിലുള്ള പ്രകൃതി ക്ഷോഭങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് ആ മന്ത്രിസഭ വിളിച്ചുകൂട്ടി വളരെ ഒത്തൊരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്കൊക്കെ പോകാറുണ്ട്. ഇവിടെ മന്ത്രിസഭ എന്തുകൊണ്ട് വിളിക്കുന്നില്ല? എന്താണ് ഈ മന്ത്രിസഭ വിളിക്കാത്തത്? ചിലപ്പോൾ ഈ ദുരന്തമൊന്നൊരു വിഷയമല്ല, അതിലും വലിയ ദുരന്തം തലയിൽ പേറി നടക്കുന്നത് കാരണമായിരിക്കാം ഈ മന്ത്രിസഭാ യോഗം പോലും വിളിക്കാത്തത്. 50 ദിവസം കൂടുതൽ കഴിഞ്ഞു. എന്തുകൊണ്ട് അതിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് എന്തുകൊണ്ട് പറയുന്നില്ല പെട്ടെന്ന് മന്ത്രിസഭാ യോഗം വിളിച്ച് ഇത് ചർച്ച ചെയ്യണം? പക്ഷേ അത് ചർച്ച ചെയ്യില്ല. പിന്നെ അതിൽ വേറെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയൊന്നുമില്ല, അവരൊക്കെ സൈലൻ്റാണ്. അപ്പോൾ ഈ വിഷയമൊന്നും അല്ല വിഷയം, അതിലും വലിയ വിഷയങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. നമുക്കറിയാലോ, മന്ത്രിസഭ ഉണ്ടാക്കിയതിന് ശേഷം തന്നെ എത്ര രാജികൾ ഉണ്ടായിപ്പോൾ. ഓരോ ഉദ്യോഗസ്ഥന്മാർ രാജിവെക്കുന്നു, വെച്ചവരെ മാറ്റുന്നു, ഉത്തരമില്ല, എന്നിട്ട് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്നു. പിന്നെ അതിലും വലിയ പ്രശ്നം, കേരളത്തിൻ്റെ സ്വത്തായ വിഴിഞ്ഞം പോർട്ടിൻ്റെ 49% ഷെയർ വിറ്റിരിക്കുന്നു. ആരെ പറഞ്ഞിട്ടാണ്, ആരോട് ചർച്ച ചെയ്തിട്ടാണ്? ഇതും ഒരു വലിയ വിഷയം അവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ മന്ത്രിസഭ യോഗം വിളിച്ചാൽ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെയാണ് PM ശ്രീ. ഈ PM ശ്രീ CPMൻ്റെ തലയിൽ വെച്ച് കെട്ടിയിട്ട് എന്താണ് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ഈ മന്ത്രിമാർ പറയണം. എന്താണ് അവരുടെ പോളിസി? അത് ചർച്ച ചെയ്യണം. മുസ്ലിം ലീഗ് തന്നെ കുറേ ആൾക്കാർ അതിനെതിര് പറയുന്നു, കുറേ ആൾക്കാർ അതിന് അനുകൂലം പറയുന്നു. എന്താണ് ഈ കേരളത്തിൻ്റെ PM ശ്രീയുമായിട്ടുള്ള ശരിയായ അവരുടെ വിശദീകരണം ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. നിങ്ങൾ PM ശ്രീയുമായിട്ട് മുന്നോട്ട് തന്നെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളെ അറിയിക്കണം. രഹസ്യമായിട്ടല്ല കച്ചവടങ്ങൾ ചെയ്യേണ്ടത്. ഈ വിഴിഞ്ഞം പോർട്ടായാലും PM ശ്രീ ആയാലും അതിലും വലിയൊരു സംഭവമുണ്ട്. 70 വയസ്സായവർക്ക് ഇൻഷുറൻസ്, നിങ്ങളുടെ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് ഒന്നും വേണ്ടാന്നേ. ഇവിടെ കേന്ദ്രം അനുവദിച്ചു തന്നിട്ടുള്ള ഒരു ഇൻഷുറൻസ് ഉണ്ട്. അത് എല്ലാ സംസ്ഥാനങ്ങളും നടത്തിക്കഴിഞ്ഞു. കേരളത്തിൽ കഴിഞ്ഞ LDF സർക്കാർ അവരുടെ വിവരക്കേടുകൊണ്ട് നടത്തിയിട്ടില്ല എന്ന് മാത്രം. അതെങ്കിലും ഒന്നിവിടെ നടത്തിയിട്ട് ജനങ്ങൾക്ക് അത് നല്ല രീതിയിൽ കിട്ടുന്ന തരത്തിൽ ആക്കൂ. മന്ത്രിസഭ കൂടൂ. എന്താണ് നിങ്ങൾക്ക് മന്ത്രിസഭ കൂടാനൊരു പേടി? മന്ത്രിസഭ കൂടിയിട്ട് ചർച്ച ചെയ്തിട്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ വ്യക്തത വരുത്തൂ. വലിയൊരു ദുരന്തമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ആ ദുരന്തം ഇനിയും എവിടെയൊക്കെ ഉണ്ടാവും. കാരണം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ശക്തമായ മഴ, മേഘമഴ. അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ശക്തമായി പെയ്യുന്ന ഒരു പ്രത്യേകതരം മഴയാണ് ഈ മേഘമഴ. ആ മഴ എവിടെ വരുന്നു, എപ്പോൾ വരുന്നു, ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിൽ മഴ വരുമ്പോൾ അവിടെ എന്ത് തയ്യാറെടുപ്പുകളാണ് ഭരണകൂടം ചെയ്തത്?
എവിടെയൊക്കെയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മീറ്റിംഗ് കൂടിയത്? 14 ജില്ലകളിൽ ഏതൊക്കെ ജില്ലകളിൽ ആ മീറ്റിംഗ് കൂടി? ഏതൊക്കെ പഞ്ചായത്തുകളിൽ ആ മീറ്റിംഗ് കൂടി? എന്തൊക്കെ തീരുമാനമുണ്ടായി? അതിൻ്റെ വീഡിയോ പുറത്തുവിടൂ, ജനങ്ങൾ സമാധാനിക്കട്ടെ. ഇനിതാ ഡാമുകൾ വെള്ളം നിറയുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാലോ, ഡാം മാനേജ്മെൻറ്റ് ശരിയായി ചെയ്യാത്ത കാരണം നിറഞ്ഞ ഡാമുകളിൽ വെള്ളം നിറഞ്ഞിട്ട് ജനങ്ങൾ കിടന്നുറങ്ങുമ്പോൾ രാത്രി 12 മണിക്ക് ശേഷം ഈ ഡാം തുറന്നു വിട്ടു. എന്തിനായിരുന്നു? ഉത്തരമുണ്ടോ? ഉത്തരമുണ്ട്. ജനങ്ങൾ മരിക്കണം. എണീറ്റ് ഓടാൻ സമയം കൊടുക്കാതെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഡാം തുറന്നു വിട്ടു. ആരുടെ തീരുമാനമായിരുന്നു? പറയൂ. ഇപ്പോൾ ഈ ഡാമുകൾ നിറയാൻ പോവുകയാണ്. അതിൻ്റെ മാനേജ്മെൻറ്റ് സംവിധാനങ്ങൾ അതിൻ്റെ എൻജിനീയർമാരുമായും ഒക്കെ ചർച്ച ചെയ്തിട്ട് എങ്ങനെ ഏത് തരത്തിൽ അത് ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? മേഘമഴ ഇനിയും പെയ്യും. വയനാട്ടിൽ പെയ്യും, ഇടുക്കിയിൽ പെയ്യും, പല സ്ഥലത്തും പെയ്യും, അട്ടപ്പാടിയിൽ പെയ്യും. അത് പെയ്യുമ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? അത് ഉണ്ടായി കേന്ദ്രത്തിൽ നിന്ന് പൈസ പിടിച്ചു വാങ്ങാനും വലിയ തോതിൽ ഒരു പിരിവ് നടത്താനുമാണ് ഉദ്ദേശം. തുറന്നു പറയൂ. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ കണ്ണാടിയിൽ ദുരന്തമുണ്ടായി? ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? നിങ്ങൾ കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നു. ഇതാണോ ഒരു ഭരണകൂടം ചെയ്യേണ്ടത്? അതും ഈ ദുരന്തം വരുമ്പോൾ കഴിഞ്ഞ കെയറെയിലിനെ എതിർത്ത കാര്യങ്ങൾ പ്രസംഗിക്കുന്നു. കെയറെയിൽ ഇല്ലാതെ കഴിഞ്ഞുന്നേ, ഇനി അതിനെക്കുറിച്ച് പറയണ്ട നിങ്ങൾ. ഇപ്പോൾ ഇത് പറയൂ, കണ്ണാടിയിൽ ദുരന്തം, ആരാണ് കുറ്റക്കാർ? ആ കുറ്റക്കാർക്കെതിരെ നിങ്ങൾ എന്ത് നടപടിയെടുക്കും? പറയൂ, ജനം കേൾക്കട്ടെ. എന്നാലല്ലേ അടുത്ത പ്രാവശ്യം ഓരോ ജില്ലാ ഭരണകൂടങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി വളരെ ആകാംക്ഷയോടുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് ഇടപെടുകയുള്ളൂ. ഇവിടെ മഴ വരുമ്പോൾ വീട്ടിൽ പുതച്ചു മൂടി ഉറങ്ങാനല്ല ഉദ്യോഗസ്ഥന്മാർ ആ ജോലിയിൽ ഇരിക്കുന്നത് എന്നവർ ഓർക്കുക. നിങ്ങൾ ചെയ്യുന്ന ഇത്തരം വൃത്തികേടുകൾ കാരണം ഈ സമൂഹത്തിന് ഒരു തരത്തിലുള്ള വിശ്വാസവും ഈ ഭരണകൂടത്തിന് ഇല്ലാതാവുകയാണ്. ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടപ്പോൾ വിഷമമുണ്ടായി. എന്താണ് അദ്ദേഹം പറയുന്നത്? കെയറെയിലിൻ്റെ പ്രശ്നങ്ങൾ. ഇവിടെ കെയറെയിലൊക്കെ കഴിഞ്ഞു പോയിന്നേ, ഇനി അത് പറയണ്ട. ഈ കണ്ണാടി ദുരന്തം മാതിരി ഇനി എവിടെയൊക്കെ ചാൻസ് ഉണ്ട്? നിങ്ങൾക്കറിയില്ലെങ്കിൽ ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലെയും ഈ ചാനലുകളും ആ വാർത്തകൾ പുറത്തു കൊണ്ടുവന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ